ഒമാനിൽ വീണ്ടും പുതിയ ന്യൂനമർദ്ദം. ഇന്നു മുതൽ വീണ്ടും മഴയ്ക്ക് സാധ്യത. ജാഗ്രതാ നിർദ്ദേശം. വടക്കൻ മേഖലയിൽ മണിക്കൂറിൽ 15 മുതൽ 35 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശും. പുതിയ ന്യൂനമർദ്ദത്തെ തുടർന്ന് ഇന്നു മുതൽ 25 വരെയുള്ള ദിവസങ്ങളിൽ ഒമാന്റെ വടക്കൻ ഗവർണറേറ്റുകളിൽ മഴ ലഭിക്കും. മസ്കറ്റ്, ബുറൈമി, ദാഖിലിയ, വടക്ക് തെക്ക് ബാത്തിന, വടക്ക് തെക്ക് ഷാർക്കിയ, മുസന്തം ഗവർണറേറ്റുകളെ ന്യൂനമർദ്ദം ബാധിക്കുമെന്നും ഇടിമിന്നലിന് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ മുന്നറിയിപ്പിൽ പറയുന്നു. മണിക്കൂറിൽ 15 മുതൽ 35 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശും. അതേസമയം മഴ തീവ്രത കുറവായിരിക്കുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. വടക്കൻ ഗവർണറേറ്റുകളിൽ മഴമേഘങ്ങൾ രൂപപ്പെടാനും സാധ്യതയുണ്ട്. ആലിപ്പഴം വർഷിക്കുകയും താപനില താഴുകയും ചെയ്യും. അതേസമയം തുടർന്നുള്ള ദിവസങ്ങളിൽ ദോഫാർ, അൽബുസ്ത ഗവർണറേറ്റുകളിൽ നേരിയ മഴ ലഭിക്കുമെന്നും കാലാവസ്ഥാ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ബുധനാഴ്ച അൽഫജർ പർവ്വത നിരകളിലും അവയുടെ സമീപ പ്രദേശങ്ങളും 5 മുതൽ 20 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കും. കഴിഞ്ഞ ആഴ്ചയിലുണ്ടായ ന്യൂനമർദ്ദവും തുടർന്നുണ്ടായ മഴയും 21 പേരുടെ ജീവനെടുത്തു. 11 കുട്ടികളും 1 മലയാളിയും മരണപ്പെട്ടവരിൽപ്പെടുന്നു. 4 ദിവസം തുടർച്ചയായ മഴ ലഭിച്ചിരുന്നു. ജനജീവിതം സാധാരണ നിലയിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. മഴയിൽ തകർന്ന റോഡുകളുടെയും കെട്ടിടങ്ങളെയും മറ്റ് അറ്റകുറ്റപ്പണികൾ നടന്നു വരികയാണ്. നഗരസഭകളുടെയും നേതൃത്വത്തിൽ ശുചീകരണ പ്രവൃത്തികൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. സുൽത്താൻ UAEയിൽ ഊഷ്മള വരവേൽപ്പ്. ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖിന് UAEയിൽ ഊഷ്മള വരവേൽപ്പ്. പ്രസിഡന്റ് ഷൈഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാന്റെ നേതൃത്വത്തിലാണ് പ്രസിഡൻഷ്യൽ എയർപോർട്ടിൽ ഒമാൻ സംഘത്തെ സ്വീകരിച്ചത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാഹോദര്യ ബന്ധവും സഹകരണവും ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്തു. തുടർന്ന് ഗസൽ അൽ ബദനിൽ സുൽത്താനും UAE പ്രസിഡന്റും കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളെയും ജനങ്ങളെയും ഒന്നിപ്പിക്കുന്ന ആഴത്തിൽ വേരൂന്നിയതും ചരിത്രപരവുമായ ബന്ധങ്ങൾക്ക് അനുസൃതമായി പരസ്പര താൽപ്പര്യങ്ങളും വികസനത്തിനും സമൃദ്ധിക്കും വേണ്ടിയുള്ളതും പൊതു താൽപ്പര്യമുള്ളതും മേഖല നേരിടുന്ന വെല്ലുവിളികളുടെ വെളിച്ചത്തിൽ നിരവധി പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളും ഇരുവരും ചർച്ച ചെയ്തു. തന്ത്രപ്രധാനമായ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം അവലോകനം ചെയ്തു. പുതിയ സഹകരണ നിർദ്ദേശങ്ങളും കൂടിക്കാഴ്ചകളിൽ മുന്നോട്ട് വെച്ചു. പ്രതിരോധകാര്യ ഉപപ്രധാനമന്ത്രി സയ്യിദ് ശിഹാബ് ബിൻ താരിഖ് അൽ സയ്യിദ് ബിൻ അറബ് ബിൻ ഹൈതം അൽ സയ്യിദ്, ദിവാൻ ഓഫ് റോയൽ കോർട്ട് മന്ത്രി സയ്യിദ് ഖാലിദ് ബിൻ ഹിലാൽ അൽ ബുസൈദി, റോയൽ ഓഫീസ് മന്ത്രി ജനറൽ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ നുവാമിനി, ആഭ്യന്തരമന്ത്രി സയ്യിദ് ഹമൂദ് ബിൻ ഹൈസൽ അൽ ബുസൈദി, വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ ബിൻ ഹമദ് അൽ ബുസൈദി, പ്രൈവറ്റ് ഓഫീസ് തലവൻ ഡോക്ടർ ഹമദ് ബിൻ സയ്യിദ് അൽ ഔഫി, ഒമാൻ ഇൻവെസ്റ്റ്മെൻറ്റ് അതോറിറ്റി ചെയർമാൻ അബ്ദുൽ സലാം ബിൻ മുഹമ്മദ് അൽ മുർഷിദി, വാണിജ്യ വ്യവസായ നിക്ഷേപക പ്രോത്സാഹന മന്ത്രി വൈസ് ബിൻ മുഹമ്മദ് അൽ യൂസഫ് എന്നിവർ സുൽത്താൻ ഹൈതം ബിൻ താരിഖിൻ്റെ UAE സന്ദർശനത്തിൽ അനുഗമിക്കുന്നുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിൽ കരാർ ഒപ്പുവെച്ചു. ഒമാനും UAEയും തമ്മിലുള്ള നിരവധി ധാരണാപത്രങ്ങളുടെയും കരാറുകളുടെയും പ്രഖ്യാപനത്തിനും നേതാക്കൾ സാക്ഷ്യം വഹിച്ചു. വികസന പദ്ധതികളിൽ സഹകരിക്കുന്നതിനും മുന്നേറ്റങ്ങളിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിനും ധാരണയിലെത്തി. പുനരുപയോഗ ഊർജ്ജ മേഖലകളിൽ സംയുക്ത പദ്ധതികൾ നടപ്പാക്കാനും റെയിൽവേ പദ്ധതി, ഇലക്ട്രിക്കൽ ഇൻ്റർകണക്ടിവിറ്റി ശക്തിപ്പെടുത്തുന്നതിന് പുറമെ മറ്റ് സംരംഭങ്ങളടക്കം വിവിധ മേഖലയിൽ ഇരു രാജ്യങ്ങളും സമീപകാലത്ത് സഹകരണ ശ്രമങ്ങൾ കൂടുതൽ സജീവമാക്കുകയാണ്. സുൽത്താനെ അനുഗമിച്ച സൈനിക വിമാനങ്ങളും സുൽത്താൻ ഹൈതം ബിൻ താരിഖ് സഞ്ചരിച്ച വിമാനം UAE വ്യോമയാതിർത്തിയിൽ പ്രവേശിച്ചപ്പോൾ രാജ്യത്തിൻ്റെ അതിഥിയെ സ്വാഗതം ചെയ്യുന്ന UAE സൈനിക വിമാനങ്ങൾ അനുഗമിച്ചു. പ്രസിഡൻഷ്യൽ വിമാനത്താവളം വരെയാണ് അകമ്പടിയായി വിമാനങ്ങൾ പറന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ച തുടരും. ഒമാനും UAEയും തമ്മിലുള്ള സഹകരണം സംബന്ധിച്ച് ചർച്ചകൾ തുടരും. പുതിയ മേഖലകളിലേക്ക് ബന്ധം വ്യാപിപ്പിക്കുകയും നിക്ഷേപ സാധ്യതകൾ തേടുകയും ചെയ്യും. നിലവിലുള്ള സഹകരണ കരാറുകൾ ഉൾപ്പെടെ വിലയിരുത്തും. അയൽ രാഷ്ട്രങ്ങളിലെ സാധ്യതകൾ കൂടുതൽ ഉപയോഗപ്പെടുത്തുന്നതിന് വാതിലുകൾ തുറന്നിടുകയാണ് ഒമാനും UAEയും. ഇന്നലെ നടന്ന കൂടിക്കാഴ്ചയിൽ UAE വൈസ് പ്രസിഡന്റ്, ഉപപ്രധാനമന്ത്രി, പ്രസിഡൻഷ്യൽ കോടതി ചെയർമാൻ എന്നീ നിലകളിൽ ഷൈഖ് മൻസൂർ ബിൻ സയ്യിദ് അൽ നഹ്യാൻ, അബുദാബി ഉപഭരണാധികാരിയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവുമായ ഷൈഖ് തഹനൂൻ ബിൻ സയ്യിദ് അൽ നഹ്യാൻ, ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ലഫ് ജനറൽ ഷൈഖ് സെയ്ഫ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ, പ്രസിഡൻഷ്യൽ കോടതിയിലെ പ്രത്യേക കാര്യ ഉപദേഷ്ടാവ് ഷൈഖ് മുഹമ്മദ് ബിൻ ഹമദ് ബിൻ
താനൂൻ, അൽ നഹിയാൻ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. വിവിധ മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു.